നമ്മൾ ഈ കുടിക്കുന്ന സാധനത്തിന്റെ പേരാണ് പാൽ മുന്തിരിക്കുടം. ഈ വെയിലിലും ചൂടിലും സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം അടിപൊളിയാണ് കേട്ടോ. ആ ഒരു കോളിന്റെ സൈഡിൽ നിന്ന് തന്നെയാണ് നമ്മളിത് വാങ്ങിച്ചു കുടിച്ചത്. ദിവ്ക്കുട്ടനെ ഒരു കോളിഫ്ലവർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സംഭവം എന്തായാലും എന്തോന്ന് കഴിക്കണേ? പിന്നെ അവൻ കഴിക്കുന്ന കോളിഫ്ലവർ സൂപ്പറാണെന്ന് അവൻ പറയണ കേട്ടോ. പിന്നെ അവിടെ ചെന്നപ്പോഴേക്കും ആനപ്പട്ടമൊക്കെ തൂക്കിയിട്ടിങ്ങനെ കുറെ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. ആനപ്പട്ടം മാത്രമല്ല, ഇവിടെ ഒത്തിരി സംഭവങ്ങളുണ്ട്. കാറിൽ വെക്കാനായിട്ട് ഒരു ഗണപതിയും പിന്നെ ഒരു ചെറിയ ആനപ്പട്ടവും ഞാൻ മേടിച്ചു. പിന്നെ അവിടെ നേരെ പോയി കാറിലെ ചൂട് കാരണം ഓറൊക്കെ ഇറങ്ങിയിട്ട് ഇതേ ഒരാൾ ഇവിടെ നിന്ന് വീശിയിരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് ചൂടാണ്, കാറിൽ പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ വാങ്ങിച്ച ഗണപതിയെ കാറിൽ ഫിക്സ് ചെയ്യാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു വെയിലിൽ ഈ ഒരു ഗണപതിയും ഇതേ ഒരു കാറും പിന്നെ ഒരു ഡ്രീം ക്യാച്ചറും കൂടെ നേരെ വിട്ടുപിടിച്ചത് ഫുഡ് ഗാരേജ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. പലതരം റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതാ ഇങ്ങനെ പറഞ്ഞാൽ ആദ്യമായിട്ടാണ്. നെടുമ്പള്ളി കാറും അതുപോലെ തന്നെ ഇവിടുത്തെ ആംബിയൻസും ബസ്സും എല്ലാം ഉണ്ടായിരുന്നു. ഏതിലിരിക്കണമെന്ന് കൺഫ്യൂഷനായിരുന്നു. പിന്നെ നമ്മളിതാ കുയ്യാപ്പള എന്ന് പറഞ്ഞൊരു ഓട്ടോയിലാണ് സീറ്റ് പിടിച്ചത്. ഇവിടുത്തെ പുയ്യാപ്പ മാത്രമല്ല, കാറിൻ്റെതും ബൈക്കിൻ്റെതും ഒത്തിരി ആയിട്ടുള്ളൂ. ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ഇവിടുത്തെ ഫുഡും അടിപൊളിയായിരുന്നു. പിന്നെ ഇതാ അവനെ ഏതി കയറണമെന്നും പറഞ്ഞ് ഓടി ഓടി നടക്കുന്നൊരിതാണ്. ഇത് മാത്രമല്ല, ഇതേ ഇവിടെ സൈക്കിളും ഉണ്ട് കേട്ടോ. എല്ലാതരം വണ്ടിയുണ്ട്. പിന്നെ നമ്മളൊരു ബിരിയാണിയോ അൽഫാമോ ഒക്കെയാണ് ഓർഡർ ചെയ്തത്. അതെല്ലാം കഴിച്ചു. ഫുഡ് എന്തായാലും കലക്കി, എല്ലാം കൊള്ളായിരുന്നു. ചൂട് മാത്രം ഒരു രക്ഷയില്ല. ഇവിടെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.